സൊനട്ട് സ്വനമാട്ടെ. അപ്പൊ നിങ്ങൾ ഓർക്കും ഇത് എന്ത് ഭാഷയാണ്, കൂടുതൽ വളച്ചൊടിച്ച് ദീർഘിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് എന്താണ് സംഭവം. സൊനട്ട് സ്വനമാട്ടെ കോട്ടയം ജില്ലയിലെ ഒരു പ്രശസ്തമായ സ്ഥലം. എൻ്റെ അമ്മ വീടൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ രാഘവൻ എന്നൊരു ബാർബർ, അദ്ദേഹത്തിൻ്റെ ബാർബർ ഷോപ്പ്. അപ്പോൾ വൈകുന്നേരം വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ കാവുണ്ട്. കാവിൻ്റെ സൈഡിൽ ചെറിയ തട്ടൊക്കെ വൈകുന്നേരം ആൾക്കാർ വർത്തമാനമൊക്കെ പറയും, ചിലർ ഈ ചീട്ടൊക്കെ കളിക്കും. അങ്ങനെ ഒരു വൈകുന്നേരം, കാരണം നമുക്കറിയാം നാട്ടിലൊക്കെ ഈ പണ്ട് റബ്ബർ തോട്ടിലും ഇതുപോലെയുള്ള കാവിൻ്റെ സൈഡിലുള്ള തട്ട്, അതുപോലെ തന്നെ തോടിൻ്റെ സൈഡിലൊക്കെ ഇരുന്നാണ് ആൾക്കാർ ചീട്ട് കളിക്കുന്നത്. ഒരു 60% ആൾക്കാർ ചീട്ട് കളിക്കും, പൈസ ഒന്നുമില്ല, ചുമ്മാ നോർമൽ സമയം പോക്കിനും. പക്ഷേ ബാക്കി 40% പൈസ വെച്ചാണ് കളിക്കുന്നത്. അതുകൊണ്ട് പോലീസ് എപ്പോഴും ആ ഏരിയയിൽ കൂടെയൊക്കെ റോന്തു ചുറ്റും പിടിക്കുന്നവരെയൊക്കെ പൊക്കിക്കൊണ്ട് പോകും, കേസെടുക്കും. ചിലർക്ക് ഫൈൻ അടിച്ച് പറഞ്ഞു വിടും. അങ്ങനെ രാഘവൻ രാവിലെ ഒരു 9 മണിക്ക് ആകുമ്പോഴത്തേനും കട ഒന്ന് തുറക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ആകുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് വൈകുന്നേരം ഇതുപോലെ കള്ളുഷാപ്പിലൊക്കെ, ചില ദിവസം കള്ളുഷാപ്പിൽ പോയി അടിച്ച് പാമ്പാവും. അല്ലെങ്കിൽ ഇതുപോലെ വല്ലപ്പോഴും പൈസ വെച്ച് കളിക്കുന്ന ചീട്ട് കളിയുടെ അങ്ങോട്ടൊക്കെ പോകും. അങ്ങനെ ആരാണ്ട് പോലീസിനോട് പറഞ്ഞു, അവിടെ കാവിൻ്റെ അവിടെ കുറെ പേര് പൈസ വെച്ച് ചീട്ട് കളിക്കുന്നുണ്ട്. അപ്പം പോലീസ് നേരെ അവിടെ ചെന്ന് എല്ലാത്തിനെയും പൊക്കിക്കൊണ്ടുപോയി ജീപ്പെ കയറ്റിയിട്ട് ഏറ്റുമാനൂരാണ് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ. അപ്പം ഇത് കത്ത് നടക്കുന്ന ഏകദേശം 1990 കാലഘട്ടത്തിലാണ്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ആ സമയത്ത് നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ആരെയും പിടിക്കുവാണെങ്കിൽ ആധാർ കാർഡുണ്ട്, അല്ലെങ്കിൽ എന്തേലും രേഖ കാണിക്കാൻ പറ്റും. അന്നത്തെ കാലത്ത് പറയുമ്പോഴത്തേനും CCTV ഇല്ല, ഒരു രേഖയുമില്ല. പോലീസ് ഒരു 5-6 പേരെ പിടിച്ച് എല്ലാവരുടെയും പേര് ചോദിച്ചു. രാഘവൻ അന്നാലെ പറഞ്ഞു, എൻ്റെ പേര് സൊനട്ട് സ്വനമാട്ടെ. പോലീസ് എല്ലാരെയും പറഞ്ഞു വിട്ടു. അടുത്ത ദിവസം എല്ലാവരും ഹാജരായിക്കണമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ടും സൊനട്ട് സ്വനമാട്ടെ കണ്ടില്ല. ബാക്കി എല്ലാവരും പോയി റിപ്പോർട്ടൊക്കെ ചെയ്തു. അവരോടൊക്കെ ഈ സൊനട്ട് സ്വനമാട്ടെ പറഞ്ഞിട്ട് ആരും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ പോലീസ് അന്വേഷിച്ച് നേരെ ടൗണിൽ വന്ന് എല്ലാവരോടും ഇങ്ങനെ ചോദിക്കുകയാണ്, ആരാണ് ഈ സൊനട്ട് സ്വനമാട്ടെ? ആർക്കെല്ലാം അറിയാവോ? രാഘവനാന്നുള്ള യഥാർത്ഥ പേര് രാഘവനാ. ആ പോലീസ് കുറെ അന്വേഷിച്ച് പോലീസ് സ്ഥലം വിട്ട്. പിന്നെ രാഘവൻ ആ നാട്ടിൽ അറിയപ്പെടുന്നത്, ആര് വന്ന് ചോദിച്ചാലും സൊനട്ട് സ്വനമാട്ടെ എന്ന് പറഞ്ഞാലേ രാഘവനെ അറിയത്തുള്ളൂ. അങ്ങനെ ആ നാട്ടില് നമ്മുടെ മീശമാധവനകത്ത് പറയുന്ന പോലെ